ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരിയും ഉഴുന്നും മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ദോശയല്ല, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് അരച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന് നമുക്ക് ഉഴുന്ന് വേണം. 1 കപ്പ് ഉഴുന്നാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട്. ഉലുവ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. റൈസ് ഇതിൽ നിർബന്ധമുള്ള റെസിപ്പിയല്ല. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേണം. ഏത് ടൈപ്പ് പരിപ്പ് വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം. ഞാൻ 1/2 കപ്പ് പരിപ്പാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഈ ദോശയിൽ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസായി ഉപയോഗിക്കുന്നത് ഓട്സാണ്. 2 കപ്പ് ഓട്സാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ റൈസും ഉഴുന്നും എടുക്കുമ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ശ്രദ്ധിച്ചാണ് എടുക്കാറ്. ഈ ദോശക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും അളവിനനുസരിച്ചും എടുക്കാം. ഇപ്പം ഇത് നന്നായി കഴുകിയെടുത്തു. ഇനി ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ചെറിയ 1-2 ഇൻഗ്രീഡിയൻസുകളും കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് മിനിമം 2 മണിക്കൂർ കുതിർത്തെടുക്കാം. ഇത് നമുക്ക് കുതിർത്തെടുക്കാതെയും അരച്ചെടുക്കാം. നമ്മളിത് കുതിർത്തെടുക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ അരച്ചതിന് ശേഷം 1 മണിക്കൂർ വെച്ചതിന് ശേഷം വേണം ദോശയുണ്ടാക്കാൻ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം ഇതെല്ലാം നന്നായി കുതിർന്നു വന്നു. ഞാനിത് രാവിലെയാണ് എടുക്കുന്നത്. നമുക്കിനി ഇതിലുള്ള വെള്ളം ഉപയോഗിച്ച് തന്നെ ഇത് അരച്ചെടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇതൊന്നും ഇതിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ദോശയ്ക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല. ഞാനിതിൽ 4 അല്ലി വെള്ളുള്ളിയും 1 സ്പൂൺ അയമോദകവും ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് കുതിർത്തെടുക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഇത് അരച്ചെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 ബാച്ചുകളായി ഞാനിപ്പം മുഴുവൻ ഇൻഗ്രീഡിയൻസുകളും അരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഈ ഒരു കട്ടിക്കാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് പൊങ്ങി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ദോശയുണ്ടാക്കിയെടുക്കാം. ഇടത്തരം ചൂടിൽ ചൂടാക്കിയെടുത്ത തവയിലേക്ക് 1 തവി മാവൊഴിച്ച് ദോശയുടെ ഷേപ്പിൽ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി ദോശ പകുതി വെന്തു വന്നതിന് ശേഷം അല്പം ഓയിലോ നെയ്യോ പുരട്ടി കൊടുക്കണം. ഇപ്പം ഇത് റെഡിയായി. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഇത് വീഡിയോയിൽ കാണിച്ചതാണ്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദോശവട റെഡിയായി. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓട്സ് ആണെങ്കിലും നല്ല ക്രിസ്പിയായ ദോശയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.